ഇത് വ്യാപകമായി ഉപയോഗിച്ച് വൈറലായിരിക്കുന്ന ഒരു അടുപ്പാണിത്. വുഡൻ സ്റ്റവ് അടുപ്പാണ്. ഇത് വീടിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം അടുപ്പാണിത്. പിന്നെ പ്രത്യേകത എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് കുക്കർ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ തീ ആളി പടരാതെ കുക്കറിൻ്റെ വാശലൊക്കെ പോകാതെ നോക്കാൻ പറ്റും. പിന്നെ പുറമെ കരി പിടിക്കില്ല. പിന്നെ അതുപോലെ പാചകം ചെയ്യാനൊക്കെ ഈ സംവിധാനം കൊണ്ട് പറ്റും. ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇത് അല്ലാതെ ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പാചകം ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് 6 വോട്ടിൻ്റെ ബാറ്ററി ഇതിനകത്തുണ്ട്. കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ ഒരു 3 മണിക്കൂർ കറണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ 8 മണിക്കൂർ കണ്ടിന്യൂ നമ്മൾ നിർത്താതെ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ഓൾറെഡി 6 ആംപിയറിൻ്റെ ഒരു ബാറ്ററി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 6 വോട്ടിൻ്റെ ഒരു മോട്ടറും DC മോട്ടറും. പിന്നെ കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത് ചാർജ് ചെയ്യുന്ന ഈ സൈഡിലാണ്. അതിന് കോഡ് വയറെല്ലാം പ്രത്യേകമുണ്ട്. അതിൻ്റെ കോഡ് വയറാണിത്. പിന്നെ ഇത് കത്തിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ വേറെ ഒന്ന്, ചാമ്പൽ കത്തിക്കഴിയുമ്പോൾ ചാമ്പൽ നമുക്ക് തുറക്കാനുള്ള സംവിധാനമാണിത്. അതായത് ഇതിൻ്റെ അടിയിൽ കൂടെ, അതായത് ചാമ്പൽ ആ കിഴത്തേക്ക് അതുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തിരിച്ചാൽ മാത്രം മതിയാവും. പിന്നെ ഇത് കത്തിക്കുന്ന വിധമാണ്. അതായത് ആദ്യം നമ്മളെ അടുപ്പിൽ കത്തിക്കുമ്പോഴത്തേക്കിന് ചെറിയ തീ, ചെറിയ വിറകിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. അതുപോലെ ആദ്യം ചെറിയ വിറക് വെച്ചിട്ട് കത്തിക്കുക. ഞാനിപ്പം എളുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നീണ്ടു പോകാതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശകല ഡീസൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പേപ്പറൊക്കെ വെച്ചാൽ മതി. നമുക്ക് സാവകാശം മതി എന്നുണ്ടെങ്കിൽ പേപ്പറൊക്കെ വെച്ച് കത്തിച്ചാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ കിടക്കുന്ന ഈ ബട്ടൺ, അതായത് ഈ റെഗുലേറ്ററാണ്, കൺട്രോൾ റെഗുലേറ്ററാണ്. അത് ഒന്നേലോട്ട് അങ്ങ് തേക്കുക. ഇതിന് വരുമ്പം കത്തുന്ന കത്ത് കണ്ടോ? അതിനുശേഷം ഈ തീ പിടിച്ച് കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ ഈ വലിയ വിറക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. വലിയ വിറക് അതിനുശേഷം നമ്മളെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ സൈഡ് ഇതിന്റെ അടിവശം മാത്രമേ തീ പിടിക്കത്തുള്ളൂ. സൈഡിൽ കൂടെ ഈ മുകളിലോട്ട് തീ വരികയല്ല. അങ്ങനെ തീ എന്നുള്ള ഇത്. പിന്നെ നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആയെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വേറെ തീ കത്തിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇത് അങ്ങോട്ട് എല്ലാം കൂട്ടി പിടിപ്പിക്കുക. ഈ കിടക്കുന്ന കനലെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മളിത് നെക്സ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി. പെട്ടെന്ന് അങ്ങ് തീ പിടിച്ചോളൂ. പെട്ടെന്ന് തീ പിടിച്ചു.